കടിയാ ക്ഷീണി. ഞാനിത് വീഡിയോ എടുക്കുന്നത് കണ്ടേ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് എടുക്കുന്നതാണ്, അല്ലാണ്ട് ഇത്ര നേരം ഇവിടുന്ന് ഒരു പണി എടുക്കാൻ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ചെറുപ്പത്തിലെല്ലാം കളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളെ നൂലുകെട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് വീടെല്ലാം ഒന്ന് റെഡിയാക്കാനുണ്ട്. അതിൻ്റെ തുടക്കം മാത്രമേ ഇന്ന്. ഇതെല്ലാം കൂടി 2 ദിവസത്തെ എല്ലാം പരിപാടികൾ ഒന്നിച്ചാക്കിയിട്ടായിരിക്കും വീഡിയോ ഉണ്ടാവും കേട്ടോ. ഇന്ന് സാജി ജോലിക്ക് പോയിന്, അമ്മ പുല്ല് വയ്ക്കുന്നുണ്ട്, ഇവളൊരു പണിയിലാണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ പുല്ല് വയ്ക്കുമെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുമെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നത്, എന്നാലും ഇല്ല തന്നെ. അപ്പോൾ പുല്ല് വയ്ക്കുന്ന കണ്ടവരാന്ന് നമ്മൾ മാമനെടുത്തൊരു മെഷീൻ ഉണ്ട്. ഞാനേതായാലും പോയിട്ട് മെഷീൻ എടുത്തോണ്ട് കുറച്ച് എണ്ണം കൊണ്ടാകുന്ന പോലെ വീഡിയോ എല്ലാം വയ്ക്കണം. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം. അത് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കമൻറ്റിൽ പറയണേ, അങ്ങേട്ടൻ പാവം കഷ്ടപ്പെടുത്തല്ലേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും കുറച്ച് അങ്ങനെയുള്ള പെരുവിളിയായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് റെഡിയിലാക്കാനുണ്ട്. ചേട്ടിപ്പോയാ അപ്പോൾ അതെല്ലാം ചെയ്യാനുണ്ട്. എല്ലാം കൂടി എല്ലാം കലക്കിയിട്ട് സാഹചര്യം കൂടി വന്ന് അതെല്ലാം കൂടി ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. ഇത് ഇപ്പോഴത്തെ ഇത് മാത്രമായിരിക്കില്ല. ഇപ്പം ഞാൻ ഒന്ന് തുടക്കം എടുത്തു വെക്കുന്നതേ ഉള്ളൂ. നാളത്തെയും എല്ലാം കൂടി മിക്സാക്കിയിട്ടൊരു വീഡിയോ നൂലേട്ടിൻ്റെ നമ്മൾ റെഡിയാവൽ, അതായത് നൂലേട്ടിന് തൊട്ട് മുന്നത്തെ ഒരു സെറ്റപ്പ്, അത് മാത്രമാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അങ്ങനെ മെഷീനിലെടുത്തിട്ട് അങ്കത്തട്ടിലേക്ക് ഇറങ്ങാൻ പോകാം. എനിക്കങ്ങനെ തോന്നും. ഇത് ഒരു ഷോർട്സ് വീഡിയോ ഇതിന് ഗ്യാപ്പിൽ ഞാൻ ഈനെ കൊണ്ടാക്കി കേട്ടാ. നിങ്ങളത് എൻ്റെ വ്ളോഗ് വരുന്നിടക്ക് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ഒന്നുമില്ല, മാമൻ്റെ അടുക്ക തന്നെ മെഷീൻ ഉണ്ട്, തൊട്ടേ അപ്പുറം തന്നെയാണ്. പിന്നെ വെറുതെ അത് ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ഏരിയ ഒന്ന് കാണിച്ചു കൊടുക്കണേ. ഈ ഒരു ഏരിയ പാവം ഞാൻ ഈ മെഷീൻ എടുത്ത് വയക്കുന്നത് കേട്ടാൽ തന്നെ ഓളങ്ങനെ കരച്ചിട്ട് തുടങ്ങി. ഞാൻ കുറേ ചെടിയെല്ലാം നട്ടിട്ടുണ്ട്, അതെല്ലാം കളയുമെന്ന്. എന്താ ഞാൻ കളയാണ്ടിരിക്കാൻ പരമാവധി ശ്രമിക്കാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അമ്മനെ കാണിക്കണ്ടേ? ദൂരം പോവാം. ഇത് കണ്ണും ഉണ്ടാവില്ല, മൂക്കും ഉണ്ടാവില്ല. അടുത്ത് നമ്മൾ ഈ റോഡെല്ലാം കേട്ടോ വയക്കണ്ടേ. ഒരുപാട് അങ്ങോളുണ്ട് കാട് പിടിച്ചിട്ട്. 28 ഇതെല്ലാം വഴക്കാനുണ്ട്. സംഗീതത്തിന് പണിയായി ഇതെല്ലാം വയക്കാൻ. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. വഴിയോരം അങ്ങോളുണ്ട്. അത്ര അടുത്താൾ എത്തിയിട്ടുണ്ട് പുല്ല് വയ്ക്കാൻ. ഹെൽപ്പർ വേണം പോലും സംഗീതത്തിന്. ഇല്ല, പനി മാറി. അങ്ങനെ ഇവിടെ എത്തിട്ടാ. പെട്ടെന്നായല്ല, ഞാൻ ഒന്ന് ഉള്ളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത്ര വരെ ആയല്ല. ഇതെല്ലാം ഇങ്ങോട്ടേക്കുള്ളതെല്ലാം ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തി. അങ്ങനെ ഇന്നലത്തെ ആ ദിവസം കഴിഞ്ഞ് പുല്ല് വയക്കലെല്ലാം എൻ്റെ കാട് വയക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞ് കേട്ടോ. കഴിഞ്ഞ് അടുത്ത ദിവസം ഇത്. അടുത്ത ദിവസം ഞാൻ പറഞ്ഞല്ലോ സാഹചര്യം വന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ഞാൻ ആടിയുടിലായിട്ട് ചെയ്തൊന്ന് ജസ്റ്റ് കാണിച്ചിട്ട് പോയാൽ പോകുന്നതാണ് ചെയ്യുന്നത്. നിങ്ങൾ കാണണല്ലോ എല്ലാവരും. അപ്പോൾ ഇത് ഞാനിത് വീഡിയോ എടുക്കുന്നത് കണ്ടേ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് എടുക്കുന്നതാണ്, അല്ലാണ്ട് ഇത്ര നേരം ഇവിടുന്ന് ഒരു പണി എടുക്കാൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചിരിക്കണ്ട, പച്ചയായ സത്യം മാത്രം. എന്നിട്ട് ബാക്കി ഇനി കുറച്ച് ഫാന് ഇത് ആകവും കാര്യങ്ങളെല്ലാം കുറേ എന്നാ അറിയില്ലേ. ഞാൻ വന്ന് ഈ വണ്ണാമല തന്നെ ആകുമ്പോൾ നിങ്ങളും പറയാം, മാറാല ആ സംഭവമില്ലേ, അത് ഒരിക്കൽ കളയാൻ 2 ദിവസം കൊണ്ട് വരിക. വല്ലാത്ത ചൊറിയായിരുന്നു അതിനെ കൊണ്ട്. അപ്പോൾ അത് ഒന്ന് കാര്യമായിട്ടൊന്ന് വൃത്തിയാക്കണം. പിന്നെ ഫാനെല്ലാം തുടക്കാനായിട്ട് റൂം നോർമൽ വീടൊന്ന് ജസ്റ്റ് കാരണം നാളെ കഴിഞ്ഞ പരിപാടി വീഡിയോ എടുക്കുന്ന ദിവസം നൂലുകെട്ടിൻ്റെ തലേ ദിവസമല്ല, തലേൻ്റെ തലേ ദിവസമായിരുന്നു. നാളെ ഒരു ദിവസം കൂടി ഗ്യാപ്പുണ്ട്. പക്ഷെ നാളെ വേറെ കുറേ തിരക്കുണ്ട്. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതും ചെയ്യാനുണ്ട്, വേറെ ഒരു പരിപാടിയും കൂടി ഇല്ല. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നാളെ നടക്കില്ല. അതുകൊണ്ട് ഇന്ന് ആകുന്ന പോലെ എല്ലാം ഇതിൻ്റെ ഉള്ളെല്ലാം കാണില്ല. ഫാനിൻ്റെ എല്ലാം കോലം ഞാൻ കാണിച്ചു തരാം. വൃത്തി ആക്കലെല്ലാം ഉണ്ട് കേട്ടോ, ഇല്ലാതെയൊന്നും ഇല്ല. പക്ഷെ എന്നാലും അത്ര ആക്കിയാലും ഡെയിലിയൊന്നും ആരും ചെയ്യില്ലല്ലോ. ചെയ്യില്ലാന്ന് വിചാരിക്കുന്നു, നിങ്ങൾ ചിലപ്പം ചെയ്യായിരിക്കും. ഇവിടെ അങ്ങനെ ഡെയിലിയൊന്നും ചെയ്യില്ല കേട്ടോ.
എല്ലാം ഞാൻ തന്നെ ചെയ്യണം, എന്നാലേ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കണം, എന്നാലേ ഇവിടെ വീടെല്ലാം വൃത്തിയാവും. അപ്പം മൊത്തത്തിൽ അതുപോലെ എല്ലാം ഒന്ന് തുടച്ച് വെക്കാനുണ്ട്. ഇന്നത്തെ പരിപാടി അതാണ്. ഓർത്ത് രേഷ്മ പോയാമേ അതെയാ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ പരിപാടി ഞാനെടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് സഹായിച്ചു അവരെല്ലാം വരും. ഞാൻ ഇന്നലെ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഈ വീഡിയോയിൽ ഉണ്ടാകും കേട്ടോ. ഞാൻ ഇതെല്ലാം ഒന്ന് ഒരു എങ്ങനെയെങ്കിലും 10 ഉണ്ടാക്കണ്ടേ, അതുകൊണ്ടാട്ടെ ഇങ്ങനെ കൂട്ടി എടുക്കുന്നത്. ഒരു ഷോർട്സ് വീഡിയോ എടുക്കുന്ന തയ്യാറി കേട്ടോ ഇവിടെ നടന്നുകൊടുക്കുന്ന റെഡിയാക്കുന്ന പരിപാടി. നിങ്ങൾ ഷോർട്സ് വീഡിയോ അനുസരിച്ച് എന്നാമീ ഇത് ടോം ആൻഡ് ജെറി നമ്മൾ എടുക്കാൻ പോകുന്ന ടോം ആൻഡ് ജെറി. അപ്പോൾ ഏകദേശം എല്ലാം വൃത്തിയാക്കി കുറേയല്ലോ. അപ്പോഴത്തേക്ക് എനിക്ക് വേറെ പോകേണ്ടി വന്നു, ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ അതിന് ശേഷം പിന്നെ ഇപ്പം വൈകുന്നേരം കേട്ടോ. കുറേയെല്ലാം ഇനിയും പണിയെല്ലാം ബാക്കിയുണ്ട്. അത് എടുക്കുന്നതിനടുക്ക് നാളെ ഇടാൻ വീഡിയോ വേണ്ടേ. ഷോർട്സ് നമ്മൾ എടുത്തില്ല. അപ്പോൾ ഒരാൾ അതിലുള്ള ബാക്കി സംഭവങ്ങൾ എടുത്ത് വരുന്നുണ്ട്. അത് ഇതാ ഇനി ആമി ഇന്ന് ചളിയിൽ പോയി. ഇതിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഈ വ്ളോഗ് അപ്ലോഡ് ആവും കേട്ടോ. കാരണം എല്ലാം ഇരുന്ന് എടുക്കുക വേണ്ടേ. ഇതിങ്ങനെ വെറുതെ ഞാനന്നേരം അതാക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴേ ചളി പെരുങ്ങോ? എന്നാ ചളി പെരുങ്ങാനായിട്ടില്ല അച്ഛൻ പറയൂ കേട്ടോ. ഇത് കൊടുത്തു, വാഴയില എടുത്തു. അത് തൊപ്പിയാക്കാം, വാഴയില വേണ്ടേ അപ്പാക്കാൻ വേണ്ടിയിട്ട് വാഴയില വേണം. ഷോർട്സ് വീഡിയോ ആക്കാനുള്ള റെഡിയാക്കലാട്ടോ. ഇപ്പം വൈകുന്നേരം നമ്മളെ ചെറുപ്പത്തിലെല്ലാം കളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് കളിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഇപ്പം അറിയാത്തവരും കാണാത്തവരും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഇത് സമർപ്പിക്കുന്നു. ആമി നീ ഇതെല്ലാം കളിച്ചോ കേട്ടാ. ഞാനങ്ങനെ വീഡിയോ എടുക്കുന്നത് 3ാമത്തെ ദിവസം കേട്ടോ. ഇത് 2ാമത്തെ ദിവസം എന്തോ ചെറുങ്ങനെ ഇന്നലെ എന്തെങ്കിലും ഞങ്ങളെ കാണിച്ചിട്ടില്ല. ചെറുങ്ങനെ അതായിപ്പോൾ ഇന്നലത്തെ വീഡിയോ. അത് ഇന്നിപ്പം പന്തലിൻ്റെ കുറച്ച്, അതായത് മഴയെല്ലാം ആണ് ഇടുക. എല്ലാ ദിവസവും ഇപ്പം അടുപ്പിച്ച് മഴ തന്നെയാണ്. പറയാൻ കഴിയില്ല. ഇനിയിപ്പം നാളെയും മഴയാണെങ്കിൽ പിന്നെ അത് പെട്ടുപോകും. പിന്നെ അതുകൊണ്ട് 2-3 ഷീറ്റൊന്ന് വലിച്ച് കെട്ടണം. അത്രയേ ഉള്ളൂ. ഒരു ഷീറ്റൊന്ന് വലിച്ച് കെട്ടുക നോർമലി. അല്ലാതെ ഫുള്ളായിട്ട് പന്തലിടുന്ന അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നോർമൽ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഷീറ്റ് വലിച്ചെട്ടണം. അതിനുള്ള സാധനം ഇപ്പം വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് റെഡിയാക്കണം. ഞാനിവിടെ ഇത്രയും ഇതാണല്ലേ ഇങ്ങനെ ചെറുങ്ങനെ ഓരോ മണിക്കൂർ അത്രയും ചെയ്യുന്നുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞില്ല സഹായിച്ച് എത്തിയുമില്ല. പിന്നെ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയും മിഞ്ഞാന്നൊന്നും ആയിട്ട് ഞാൻ ഇട്ട വീഡിയോ ഉണ്ടായില്ല. ഇട്ട വീഡിയോ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളിപ്പം കണ്ടതിൻ്റെ അകത്ത് ഉണ്ടായില്ല. ഇപ്പം വരും ഓണെന്താ വേയാന്ന്. ഇപ്പോൾ പന്തല് പരിപാടികൾ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അതായത് നാളെയാണ് പരിപാടി. ഇന്ന് 1-ാം തീയതി നാളെയാണ്. വീഡിയോയിൽ അപ്ലോഡെല്ലാം ചിലപ്പോൾ ലേറ്റായിട്ടില്ലായിരിക്കും ഉണ്ടാവുക. നാളെയാണ് പരിപാടി. ഇന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇന്ന് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇനി പന്തലും കാര്യങ്ങളും ഷീറ്റെല്ലാം ഒന്ന് വലിച്ച് കെട്ടാനുണ്ട്. പന്തൽ വലിങ്ങനൊന്നും കിട്ടുന്നില്ല. ഷീറ്റ് ഒരു 4 ഷീറ്റൊന്ന് വലിച്ച് കെട്ടണം, അത്രയേ ഉള്ളൂ. അതൊന്ന് കെട്ടാനുണ്ട്. പന്തലിൻ്റെ നോർമൽ സാധനങ്ങൾ എത്തിയേട്ടാ. ചെറുങ്ങനെ ഒരു പായ് വലിച്ച് കെട്ടണമല്ലോ. മഴയെല്ലാം ആണെങ്കിൽ പിന്നെ ആകെ ഒന്നുമില്ല. ഇപ്പോൾ ഒരേ മഴയായി ഇപ്പോൾ എല്ലാ ദിവസവും. ഏതാണ് ഏത്? മോനെ നീ പഠിക്കുന്ന തിരക്കിലല്ലടാ നീ. അൻവിയേ അറ്റ സമയത്ത് ആളെത്തി. പണിയെടുക്കാൻ ആളൊക്കെ ഇട്ടായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വെക്കലായിരുന്നു. ഷീറ്റ് എങ്ങനെ വലിച്ചു കെട്ടാമെന്ന് നോക്കുന്ന സമയത്ത് ഒറ്റ സമയത്തെത്തി. വാമനെ തുറക്ക്, ആളില്ല. ഞാൻപാ ഷീറ്റ് കെട്ടാൻ ആളിലായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വെക്കലായിരുന്നു. പെട്ടെന്ന് കെട്ട് അല്ല കറക്റ്റ് സമയത്തെത്തും. ബാക്കിയുള്ള ഒന്നിനും എത്തൂലെങ്കിലും നിങ്ങൾ വരുന്ന വരുത്തി തന്നെ ചായയും കടിയാ. ക്ഷീണിതനായിട്ട് തിരിച്ചു വന്നു ചേട്ടാ. പിന്നെ ഗൾഫിൽ നിന്നല്ലേ വന്നിനി. മിഞ്ഞാന്ന് പോയതാ. നിന്നിട്ട് എന്തോരു പോലെ ഉണ്ട് പോലെ. എന്ത് മാറ്റാ, കറുത്തു പോയിനല്ലോ, മെലിഞ്ഞു പോയിനോന്നല്ലോ. ഞാനെല്ലാം പോയി വരുമ്പോ ആ കുട്ടി ചോദിക്കാനുണ്ടാവില്ല. ആമി അങ്ങനെ ദിനേശാട്ടാ എലിയോ ആയിട്ടും എത്തി. അവിടെ വെച്ചോ. വീഡിയോ എടുക്കാനായിട്ട് 2ാമത് വെക്കാൻ പോയിരുന്നു തിരിച്ചു വന്നല്ലേ ചേട്ടാ. വന്നപാട് എവിടെയാ മോനെ പോന്നീ? ഞാൻ ഇന്ന എന്തിനാ കാത്തു നിന്നിട്ട്? പിന്നെ റെസ്റ്റ് നീ ഇന്നലെ വരെ എടുത്തെന്നാ?
അപ്പോൾ ഓൻ വന്നവിടെ കുളിക്കണം എന്ന് പറഞ്ഞിട്ട് ഓൻ പോക്കായി. നമുക്കിനി ഈ പരിപാടികളുണ്ട്, ഈ കസേര പിന്നെ ഷീറ്റ് കെട്ടാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കൂല. കാരണം ഇതൊന്നും ഇപ്പൊ ഞാൻ പോകുന്നത് കാണിക്കും, ഞാൻ പയ്യ വന്നിട്ട് പണിയെടുക്കുന്ന ഇവൻ കാണിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പണിയെടുക്കുന്നേ ഇല്ല കേട്ടോ. നിങ്ങളെ വിചാരം മാത്രമല്ല, സത്യമായ പരമമായ സത്യം മാത്രമേ ഇരിക്കും അത്. അപ്പൊ മാറ്റമില്ലേ ഭയങ്കര കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇനി അടുത്ത വീഡിയോ ഇത് ഏകദേശം ഞാൻ ഇതാ ഇപ്പോൾ ഇവിടെ തീർക്കും കേട്ടോ. നമുക്ക് ഇനി അതെല്ലാം കെട്ടി ശരിയാക്കണം. വേറെ ഒന്നുമില്ല കാണിക്കുക, 2 ഷീറ്റൊന്ന് വലിച്ച് കെട്ടണം, അതിൻ്റെ ഉള്ളിൽ ചെറുങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം. വേറെ ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് അതിൻ്റെ മുന്നോടിയായിട്ടൊരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പാല് കൊടുക്കില്ല, അതായത് പേരുവിളീൻ്റെ തൊട്ട് മുന്നിലത്തെ ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് അവൻ്റെ നൂല് കെട്ട്, അതായത് 28 ചിലയിടങ്ങളിൽ പാല് കൊടുക്കൽ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന 28 നാളെ അടുത്ത വീഡിയോ അതായിരിക്കും. മാക്സിമം കളറാക്കാൻ നോക്കുക. നാട്ടിലുള്ളപ്പോഴല്ലേ ഇങ്ങനെയെല്ലാം പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ആകുന്നത് പോലെ ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആഘോഷങ്ങൾ എനിക്ക് കിട്ടൽ വളരെ കുറവാണെന്ന് നിങ്ങൾക്കറിയാം. കിട്ടുന്ന ആഘോഷങ്ങൾ ഗംഭീരമാക്കുക എന്ന ഒറ്റ ലക്ഷ്യം എനിക്കുള്ളൂ. അപ്പോൾ എന്നാൽ ശരി, വേറെ ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടിപൊളി വീഡിയോ, അടുത്ത വീഡിയോ ഇത് അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. അടുത്ത നമുക്ക് അടിപൊളി വീഡിയോയിൽ കാണാം. എല്ലാവരും ഉണ്ടാവും. അതിൻ്റെ അകത്ത് യേശുവെല്ലാം ഇങ്ങോട്ട് വരും. അപ്പോൾ എല്ലാവരോടും ബൈ.